എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനും OnePlus Nord C4 നമ്മൾ കമ്പാരിസൺ ആണ്. സോ ഈ രണ്ട് സ്മാർട്ട് ഫോണും 25,000 ആ പ്രൈസ് റേഞ്ച് 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സോ ഇത് രണ്ടിലും ഏതാണ് ബെസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 7.9 mm ആണ് തിക്നെസ് വരുന്നത്. 174 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഈക്കോ ലെതർ ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതേസമയം OnePlus Nord C4 8.4 mm ആണ് തിക്നെസ് വരുന്നത്. 186 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ആണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിമും IP54 റേറ്റിംഗും പാൻഡ ഗ്ലാസ് പ്രൊട്ടക്ഷൻ. സോ കാണാനും കയ്യിലിപ്പോൾ ഉപയോഗിക്കാനൊക്കെ ബെറ്റർ അല്ലെങ്കിൽ പ്രീമിയം ഫീലൊക്കെ തോന്നുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനാണ്. സ്ലിമ്മറാണ്, ലൈറ്ററാണ്, പിന്നെ IP68 റേറ്റിംഗ് വരുന്നുണ്ട്, ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനാണ്. ഈ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് കർവ്ഡ് 144 ഹെർട്സിൻ്റെ 10 ബിറ്റ് POR ഡിസ്പ്ലേ ആണ് വരുന്നത്. 1600 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. അതേസമയം OnePlus Nord C4ൽ 6.7 ഇഞ്ചിൻ്റെ തന്നെ ഫുൾ HD പ്ലസ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ്, 10 ബിറ്റ് AMOLED ആണ് വരുന്നത്. ഇവിടെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1100 നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ 240 ഹെർട്സിന് ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് വരുന്നുണ്ട്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. പാൻഡ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വേഴ്സസ് കർവ്ഡ് ആണ്. ബാക്കിയുള്ള സ്പെക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ഇങ്ങനെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. സോ നമുക്ക് തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ ഫ്ലാറ്റ് വേഴ്സസ് കർവ്ഡ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റേരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ OnePlus Nord C4 ഹൈ റെസൊല്യൂഷൻ ഓഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. 4 nm സാംസങ് മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR5 റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. അതേസമയം OnePlus Nord C4ൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ്. 4 nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഹൈബ്രിഡ് സിം സ്ലോട്ട് സപ്പോർട്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മെമ്മറി കാർഡ് ഉപയോഗിക്കുകയും ചെയ്യാം OnePlus Nord C4ൽ. സോ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 7 Gen 3 ആണ് 7S Gen 2 ബെറ്റർ പ്രോസസർ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ. സോ OnePlus Nord C4 പെർഫോമൻസിൽ ബെറ്റർ ആണ്. പിന്നെ ആക്ച്വലി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ 5,93,093 ടോട്ടൽ സ്കോർ വരിക. CPU 1,94,713, GPU 1,17,155 ആണ്. അതേസമയം OnePlus Nord C4ലാണെങ്കിൽ 8,66,863, CPU 2,56,787, GPU 2,72,332 ആണ്. സോ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാ ബെറ്റർ എന്ന്. സോ PUBGയിലാണെങ്കിൽ തന്നെ HDRൽ നമുക്ക് എക്സ്ട്രീം അവൈലബിൾ ആണ് നമുക്ക് OnePlus Nord C4ൽ. അതേസമയം എഡ്ജ് 50 ഫ്യൂഷനിലാണെങ്കിൽ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമേ കിട്ടത്തുള്ളൂ. സോ ബെറ്റർ പെർഫോമൻസ്, ഓവറോൾ ആയിട്ടുള്ള ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് OnePlus Nord C4 ആണ്. ഗെയിമേഴ്സിനും പറ്റിയ ഫോൺ തന്നെയാണ്. നമ്മൾ ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ 50 മെഗാപിക്സലിൻ്റെ f1.9 ആപ്പത്തിൽ വരുന്ന പ്രൈമറി സെൻസറാണ് വരുന്നത്. സോണിയുടെ ലിറ്റിയ 700C എന്ന് പറഞ്ഞൊരു സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് മാക്സിമം 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡറി ആയിട്ട് ഒരു 13 മെഗാപിക്സലിൻ്റെ f2.2 ആപ്പത്തിൽ വരുന്ന ഒരു അൾട്രാവൈഡ് വരുന്നുണ്ട്. അത് മാക്രോ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ f2.5 ആപ്പത്തിൽ വരുന്ന സെൽഫി ക്യാമറ വരുന്നത്. അവിടെ നമുക്ക് 1080p 30 FPS റെക്കോർഡ് ചെയ്യാം. അതേസമയം നമുക്ക് OnePlus Nord C4ലാണെങ്കിൽ നമുക്ക് പ്രൈമറി ഒരു 50 മെഗാപിക്സലിൻ്റെ f1.8 ആപ്പത്തിൽ വരുന്ന സോണി ലിറ്റിയ 600 സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് സെക്കൻഡറി ഒരു 8 മെഗാപിക്സലിൻ്റെ f2.2 ആപ്പത്തിൽ വരുന്ന സോണി IMX355 അൾട്രാവൈഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 1080p 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അൾട്രാവൈഡ് വെച്ച്. പിന്നെ നമുക്ക് സെൽഫി ആയിട്ടൊരു 16 മെഗാപിക്സലിൻ്റെ f2.4 ആപ്പത്തിൽ വരുന്ന സെൽഫി ക്യാമറയാണ്. 1080p 30 FPS ക്യാമറയാണ് വരുന്നത്. ക്യാമറ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓവറോൾ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനാണ്. ബെറ്റർ സ്കിൻ ടോൺസ് വരുന്നുണ്ട്, ബെറ്റർ HDR പെർഫോമൻസ് വരുന്നുണ്ട്, സെൽഫിയും ബെറ്റർ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് 13 മെഗാപിക്സൽ അൾട്രാവൈഡ് വരുന്നതുകൊണ്ട് തന്നെ മോർ ഡീറ്റെയിൽസും വരുന്നുണ്ട്. മാക്രോ ഷോട്ട്സും അത്യാവശ്യം നല്ലതാണ്. സോ ക്യാമറ കാര്യം നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനാണ്.
ഇനി നമ്മൾ സോഫ്റ്റ്വെയറുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സോഫ്റ്റ്വെയർ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ ഹലോ UI ആണ് വരുന്നത്. മോട്ടോയുടെ ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് വരുന്നത്. അതേസമയം OnePlus Nord C4 Oxygen OS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നുള്ളൂ, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുള്ളൂ. 25,000 ഫോണിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്. നല്ല ഒരു പണിയാണ് OnePlus ചെയ്യുന്നത്. കീപ്പ് ഇറ്റ്. സോ 25,000 ഫോണെങ്കിൽ അത്യാവശ്യം 3 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൊടുക്കണം. സോ അത് മോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടാതെ തന്നെ ബെറ്റർ UI ആണ്. ഒന്ന് പ്ലോട്ട് വേഴ്സ് ഇല്ല, ആഡ്സ് ഇല്ല. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ബെറ്റർ സോഫ്റ്റ്വെയർ നമ്മുടെ മോട്ടോയുടെ തന്നെയാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ 5000 mAh ബാറ്ററിയാണ്. സോ 7 to 8 hours എന്തായാലും പ്രതീക്ഷിക്കാം സ്ക്രീൻ ഓൺ ടൈം. 68 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. സോ 0 to 100 നമ്മൾ നോക്കുവാണെങ്കിൽ 45 മിനിറ്റ് ഉണ്ടാവും. അതേസമയം OnePlus Nord C4 ആണെങ്കിൽ 5500 mAh ബാറ്ററിയാണ്. 8 hours to 9 hours ആണ് സ്ക്രീൻ ഓൺ ടൈം പ്രതീക്ഷിക്കുന്നത്. 100 വാട്ട്സ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. സോ 0 to 100 ഒരു 30 മിനിറ്റ് ഉണ്ടാവും. സോ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് OnePlus Nord C4 ആണ്. ഇത് നമ്മൾ കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 15 5G ബാൻഡ് വരുന്നുണ്ട്, Wi-Fi 6 വരുന്നുണ്ട്, Bluetooth 5.2 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, USB Type-C 2.0. അതേസമയം OnePlus Nord C4 ആണെങ്കിൽ 7 5G ബാൻഡ് വരുന്നുള്ളൂ, Wi-Fi 6 വരുന്നുണ്ട്, Bluetooth 5.4, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, USB Type-C 2.0. സോ കണക്റ്റിവിറ്റി ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ മോട്ടോയ്ക്ക് 5G ബാൻഡ് കൂടുതൽ കിട്ടുന്നുണ്ട്, പിന്നെ NFC വരുന്നുണ്ട്. ഇനിയാണ് പ്രൈസും അതിൻ്റെ വേരിയൻ്റ് ഒക്കെ നോക്കുന്നത്. പ്രൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 8GB 128GB 23,000 രൂപയും 12GB 256GB 25,000 രൂപയാണ്. അതേസമയം OnePlus Nord C4 8GB 128 24,979 രൂപയും 8GB 256 27,000 രൂപയാണ് വരുന്നത്. സോ ബെറ്റർ പ്രൈസിങ്ങും മോട്ടോ തന്നെയാണ് ചെയ്തേക്കുന്നത്, ചീപ്പറാണ്. സോ ഇതിലേതാ ബെറ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മോട്ടോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ഡിസൈൻ വരുന്നുണ്ട്, ബെറ്റർ ബിൽഡ് വരുന്നുണ്ട്, ബെറ്റർ ക്യാമറ ആണ് വരുന്നത്, ബെറ്റർ സോഫ്റ്റ്വെയർ ആണ് സപ്പോർട്ടും വരുന്നുണ്ട്. അതേസമയം OnePlus Nord C4 ആണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ ബാറ്ററി ആൻഡ് ചാർജിങ്ങും വരുന്നുണ്ട്, ബെറ്റർ പെർഫോമൻസും വരുന്നുണ്ട്. സോ ഗെയിമേഴ്സ് ആണ്. സോ ഗെയിമർ ആകുമ്പോൾ ഓൾറെഡി നമുക്കൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സ് ആണെങ്കിൽ ബെറ്റർ OnePlus Nord C4 ആണ് നല്ലത്. അതേസമയം ഒരു ബാലൻസ്ഡ് ഫോണാണ് വേണ്ടതെങ്കിൽ ഡിസൈൻ, ബിൽഡ്, ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ബെൽ ഐക്കൺ ഫീച്ചർ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.